ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് സജൂസ് ഹോംലി ഫുഡ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അബുദാബിയിലുള്ള ലോവോ മ്യൂസിയത്തിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. നമ്മളിവിടെ മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് നൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ ഒരു വണ്ടിയിലാണ് കേട്ടോ നമ്മൾ മ്യൂസിയത്തിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അനിയനും ഏട്ടനും ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നൈറ്റാണ് കേട്ടോ കറങ്ങാൻ ഇറങ്ങാറുള്ളത്. ഡ്യൂട്ടി ഇല്ലാത്ത ഓഫ് ടൈം ആണെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങും. ഇങ്ങോട്ട് വന്നത് ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നൈറ്റ് ആയത്. ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ഇവിടെ മ്യൂസിയം ക്ലോസ് ചെയ്തിട്ടുണ്ടാവുന്നായിരുന്നു. ഏതായാലും ഒന്ന് പോയി നോക്കാന്നുള്ള രീതിയിൽ വന്നതാണ്. ഏതായാലും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇതുപോലെയുള്ള ശില്പങ്ങൾ, അതുപോലെ ചിത്രങ്ങളും ചരിത്രപരമായിട്ടുള്ള പല സംഭവങ്ങളും ഇവർ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചിത്രങ്ങളുടെ അടുത്തൊക്കെ ആയിട്ട് അവർ ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നായിട്ടുള്ള ഫ്രാൻസിലെ ലോവോ മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ലോവോ മ്യൂസിയം. 2007 ഫ്രാൻസും US സർക്കാരും തമ്മിൽ അബുദാബിയിൽ ലോവോ മ്യൂസിയം നിർമ്മിക്കണം എന്നുള്ളൊരു പ്ലാന് കൊടുത്തിട്ട് അവർ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോം റൂഫാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിനൊക്കെ പെട്ടെന്ന് ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ദൂരെ നിന്ന് ഈ ഒരു മ്യൂസിയം കണ്ടപ്പോൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അതെന്താണ്, അതിനുള്ളിൽ എന്താണെന്ന്. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇവരിത് നിർമ്മിച്ചിട്ടുള്ളത്. റെയിൻ ഓഫ് ലൈറ്റ് എന്നൊരു ആശയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ ഇവർ ഈ ഡോം റൂഫ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മ്യൂസിയം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രശസ്ത ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ജി നോവലാണ് കേട്ടോ. 2012 ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2017 നവംബർ 8 ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതൊക്കെ പുരാതന കാലങ്ങളിലുള്ള ചിത്രങ്ങളാണ് കേട്ടോ. നമുക്കത് കാണുമ്പോഴേ തന്നെ അത് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യും. അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ ഇവിടെ. 97,000 ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഈ ഡോം റൂഫ് 180 മീറ്റർ വീതി ഉണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഈ റൂഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലേ, ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു മ്യൂസിയത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം ഇവിടെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ ഈ റൂഫിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. രാത്രിയല്ലേ നമ്മൾ വന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. അവിടെ സൈഡിൽ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കവിടെ ഇരിക്കാനൊക്കെ പറ്റും. ഞാൻ കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനുണ്ട് ട്ടാ. കറക്റ്റ് എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും എല്ലായിടത്തൊന്നും പോയി നോക്കുന്നുണ്ട്. താഴെയുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് മേലെ പോയി നോക്കിട്ടാ. എന്താണ് അവിടുന്ന് കാണുന്ന വ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു കേട്ടാ. ആ ഒരു ദ്വീപ് ഇങ്ങനെ മുഴുവനായിട്ട് കാണുന്നുണ്ട്. അബുദാബിയിലുള്ള സാദിയാത്ത് ദ്വീപിലാണ് കേട്ടാ ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിന് ചുറ്റുഭാഗം കടലാണല്ലോ, എന്നാലും അതൊരു തടാകം പോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുക. ഇത് മ്യൂസിയത്തിന്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ. എന്താ പറയാ, നമ്മൾ വന്ന ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ട്ടാ. ഇപ്പൊ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് ഇവിടെ അറബികളൊക്കെ എന്തൊക്കെയോ ഫംഗ്ഷനും പാർട്ടി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഈ ഒരു തടാകം പോലെ അവരുണ്ടാക്കിയിട്ടില്ലേ, അത് നല്ലൊരു ഭംഗിയാണ്. ആ ഒരു മ്യൂസിയത്തിന് ഒന്നുകൂടെ ഭംഗി കൂടുകയാണ്. അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് അവരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നത് ട്ടാ.
സത്യം പറഞ്ഞാ ഒരു കൂണിന്റെ ഷേപ്പാണ് ട്ടാ ഈ ഒരു മ്യൂസിയത്തിന്. അത്രക്കും ഭംഗിയുണ്ട് കാണാന്. പറഞ്ഞിട്ടൊന്നും മതിയാവുന്നില്ല. ഏതായാലും നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ മ്യൂസിയത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് അയക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.